ഞാനും കുഞ്ഞൂസും കൂടിയിട്ടേ ഒരു ഹൈഡ്രോ ഫേഷ്യൽ ചെയ്യാൻ പോവാണ്. ഇത് പരീക്ഷണമൊന്നും അല്ല, ഇതാണ് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫേസിന്റെ കാര്യം, പിന്നെ ഹെയർ കട്ടിങ്, ഹെയർ കളറിങ്, പിന്നെ ഹെയറിലൊക്കെ മാസ്ക്, ഇതിനൊന്നും ഞാൻ പാർലറിൽ പോയിട്ടല്ല ചെയ്യാറ്. പിന്നെ കാരണം എന്താ വെച്ചാൽ കുറെ നേരം അത്രയും സമയം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഈ ഫേഷ്യൽ എല്ലാവർക്കും എന്താ പറയാ, ഒരു നമ്മുടെ ഫേസിന് പറ്റിയിട്ടുള്ള ആ ഒരു ഫേഷ്യൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഫേസിന് പറ്റിയിട്ടുള്ള മാസ്ക്, ഫേസിന് പറ്റിയിട്ടുള്ള സ്ക്രബ്ബർ, എന്തൊക്കെയാണെങ്കിലും അത് കിട്ടുന്നവരെ ആ ഒരു കാര്യത്തിൽ ഒരു ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാവും. ഇത് എനിക്ക് ചേരുന്നുണ്ടോ, ഇത് എനിക്ക് പറ്റണില്ല, ഇത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് പിമ്പിൾസ് വരുന്നു. അപ്പൊ അങ്ങനത്തെ കുറേ പ്രോബ്ലംസും ടെൻഷൻസും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ സംഭവം ട്രൈ ചെയ്ത് തുടങ്ങി. അതിനുശേഷം ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോ നമ്മുടെ പ്രേക്ഷകരോടും കൂടി അത് ഇപ്പൊ പിന്നെ വളരെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമല്ലേ ഹൈഡ്രോ ഫേഷ്യൽ. ഇത് ഹൈഡ്രോ ഫേഷ്യൽ ആണ്. അപ്പൊ ഇതില് സാധാരണ നമ്മുടെ ഫേഷ്യൽ ചെയ്യൂലേ, നമ്മൾ പാർലറിൽ പോയിട്ട് ചെയ്യുകയാണെങ്കിലും അതിന്റെ എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്തിട്ടാണല്ലേ. പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇതിൽ നമ്മൾ കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം. വെച്ചെടുക്കട്ടെ. ഹേവ് കുഞ്ഞു വാവയല്ലേ, ഹേവിന് ആവശ്യമില്ല. വാ വാ, ഹേവിന് എന്താന്നറിയോ തേച്ച് കൊടുക്കുന്നത്? ഇങ്ങോട്ട് വാ. ഹേവിന് തേച്ചൊന്നും കൊടുക്കില്ല. അപ്പൊ ഇതിൽ എന്താന്നറിയാം, നമ്മുടെ ഫസ്റ്റ് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് ബെസ്റ്റ് കടലമാവാണ്. കടലമാവ് നേരിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ അറിയാലോ സ്കിന്ന് ഡ്രൈ ആകും. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കടലമാവും കടലമാവും പാലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എന്താ പറയാ, ഈ സ്കിന്ന് നല്ല ഡ്രൈ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് പാലും കടലമാവും മതി. സാധാരണ ഞാൻ കടലമാവും തൈരുമാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്റെ സ്കിന്ന് നോർമൽ സ്കിന്നാണ്, അങ്ങനെ ഡ്രൈ അല്ല. അപ്പൊ നോർമൽ സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് തൈരും കടലമാവും ബെസ്റ്റ് ആണ്. അപ്പൊ ഈ കടലമാവ് നേരിട്ട് വെള്ളം ഒഴിച്ചിട്ട് മുഖത്ത് തേക്കാൻ നിൽക്കരുത്, പെട്ടെന്ന് സ്കിന്ന് ഡ്രൈ ആവും, ചുളിവൊക്കെ വരും. പിന്നെ ഒരു ബ്ലാക്ക്, ഒരു കുറച്ച് കളറൊക്കെ എന്താ പറയുക, ഡള്ളൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഇപ്പൊ ഞാൻ പാലാണ് എടുത്തിരിക്കുന്നത്. കാരണം കുറച്ചായി ഈ ഫേഷ്യലൊക്കെ ചെയ്തിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ചൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പാലെടുത്തിട്ടുള്ളത്. നമുക്കിട്ട് വേണ്ടല്ലോ. അപ്പൊ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. നല്ല തണുപ്പ് കിട്ടും ഇത് ചെയ്യുമ്പോൾ തന്നെ. ഇത് ജസ്റ്റ് ഓൺലി ഇത് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇത് നന്നായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തുടച്ചെടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലെൻസിങ് സ്റ്റെപ്പ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഫേഷ്യൽ, പ്രത്യേകിച്ച് ഫേഷ്യൽ ചെയ്യുമ്പോൾ ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ വിചാരിക്കില്ല നല്ല അഴുക്കിങ്ങനെ അമർത്തിയിട്ട് സ്കിന്നിൽ ഒന്നും ചെയ്യരുത്. സോഫ്റ്റ് ആയിട്ട് ചെയ്യുക. എല്ലാവർക്കും അറിയുന്നതാണ്, നല്ല ജസ്റ്റ് പറയുന്നുള്ളൂ. അപ്പോൾ സ്കിന്നിന് ചെയ്യുന്ന എല്ലാം കഴുത്തിലും കൂടി ചെയ്യണേ. ഫേസിൽ ചെയ്യുന്ന എല്ലാം കഴുത്തിലേക്കും കൂടി ചെയ്യാം. കഴുകിക്കളഞ്ഞ് കടലമാവ് കഴുകിക്കളഞ്ഞു. പക്ഷെ നമ്മൾ എന്താ പറയാ, മിൽക്ക് ആയതുകൊണ്ട് ആ ഒരു ചെറിയൊരു ഓയിലി ഇതുണ്ടാവും, ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ കേടാണെങ്കിൽ അങ്ങനെ ഒരു ഓയിൽ ലുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഓയിലി സ്കിന്നുള്ള ആൾക്കാർ കേട് ഉപയോഗിക്കുക. നോർമൽ സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നൊക്കെ, നോർമൽ സ്കിന്നിനും കേട് മതി. ഡ്രൈ സ്കിൻ ആണെങ്കിൽ മിൽക്ക് യൂസ് ചെയ്യുക, അതാണ് നല്ലത്. നെക്സ്റ്റ് നമ്മുടെ സ്ക്രബിംഗ് ആണ്, സെക്കൻഡ് സ്റ്റേജ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്, കോഫി പൗഡർ. കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാകുന്ന വെച്ചാല് അത് നമ്മുടെ നല്ല അതായത് ഞാൻ ഇതിന് എനിക്കിവിടെ ഇത് എവിടെ നിന്ന് വാങ്ങിയത്? നമ്മള് കിട്ടുന്നുണ്ടെന്ന് കാപ്പിപ്പൊടി. അത് പ്യുവർ കാപ്പിപ്പൊടിയാണ്. അതുപോലെ നമ്മൾ ഇവിടെയൊക്കെ ചെല്ലൂലേ, വയനാട് അങ്ങനെയൊക്കെ ചെല്ലുമ്പോഴൊക്കെ നമുക്ക് നല്ല നാടൻ കാപ്പിപ്പൊടി കിട്ടൂലേ, അതാണ് ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. നമ്മള് വീട്ടിൽ പോകുമ്പോ ഇങ്ങനെ വീട്ടിലുണ്ടാവുമല്ലോ കാപ്പിയൊക്കെ പൊടിച്ച് വെക്കും അമ്മ. കാപ്പിക്കുരുവൊക്കെ പൊടിച്ച് വെച്ച് കാപ്പിയാക്കി വെക്കും. അപ്പൊ അത് നമ്മൾ കൊണ്ടുവരും. അത് സത്യം പറഞ്ഞാൽ ബെസ്റ്റ് ആട്ടോ. അതുപോലെ നാട്ടിൽ നിന്ന് വാങ്ങുന്ന നാടൻ കാപ്പിപ്പൊടി നല്ലതാണ്. അമ്മ തന്നുവിട്ട കാപ്പിപ്പൊടിയാണ് ഇത്. പിന്നെ അത് പറയാൻ കാരണം എന്താ വെച്ചാല്, ബ്രൂ കോഫി എനിക്ക് ഒരു ദിവസം ഇതുപോലെ തീർന്നിട്ട് ഞാൻ ബ്രൂ കോഫി യൂസ് ചെയ്ത്, അങ്ങനെ പറയുന്നല്ല, അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അതിന് ഇത്രയും എഫക്റ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. നാടൻ കാപ്പിപ്പൊടി കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇതില് നമ്മള് ആഡ് ചെയ്യും. വയനാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും നല്ലത് കിട്ടുമല്ലേ. നാട്ടിലും കിട്ടുന്നുണ്ടോ നാടൻ കാപ്പിപ്പൊടി ചോദിച്ചാൽ അതായിരിക്കും ബെസ്റ്റ്. അപ്പൊ അതാണ് നല്ല മണൽ നല്ല കാപ്പിപ്പൊടി. അപ്പൊ ഇതാണ് ഉപയോഗിച്ചത്. നമ്മുടെ ഇതിലെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണെന്നറിയോ? ഹണിയാണ് നമ്മുടെ ഇനി വരുന്ന എല്ലാ പ്രോസസ്സിലും നമ്മൾ സ്റ്റെപ്സിലും
ഹണി യൂസ് ചെയ്യും. ഹണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇൻ കേസ് നമുക്ക് തോന്നുകയാണ് ഈ ഹണി കുറച്ച് എന്താ പറയാ കുറച്ച് തിക്കാണ് എന്ന് ഫീൽ ഇനഫ്, ഇത് മതി. ഇനി ഹണി നല്ല തിക്കാണ് തോന്നുകയാണെങ്കിൽ ഇതിൽ വാട്ടർ ഉപയോഗിക്കരുത്, അതിന് പകരം റോസ് വാട്ടർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ പല രീതിയിൽ നമുക്ക് സ്ക്രബ് ചെയ്യാം, പക്ഷെ ഇതിന് നല്ല റിസൾട്ട് ഉണ്ട്. ഈ കാപ്പിപ്പൊടിന്റെ സ്ക്രബിന് നല്ല റിസൾട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് നല്ലതായി എന്ന് പറയാം. ഇത് തന്നെ ചെയ്തത് കേട്ടോ. ഞാൻ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ കസ്കസ് ഒക്കെ ട്രൈ ചെയ്തല്ലേ, അത് നല്ലത് തന്നെയായിരുന്നു ആ ടൈമില്. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് ഒക്കെ വേറെയാ. പക്ഷെ ഇത് എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തു. ഇൻ കേസ് നമുക്ക് സമയമില്ലെങ്കിൽ ഇത് തേച്ച് പിടിപ്പിക്കാം. അധികം ഡ്രൈ ആയിട്ട് ഒരു സാധനം സ്കിന്നിൽ ഉപയോഗിക്കാതിരിക്കുക. കുറച്ച് ലൂസ് ആക്കണമെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിച്ചാൽ മതി. റോസ് വാട്ടർ ഞാൻ എടുത്തിട്ടില്ല, അത് അവിടെയല്ല. ഓക്കെ, നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് തിരക്കൊക്കെയാണ്, എവിടേക്കെങ്കിലും പോകണം, പെട്ടെന്ന് പോകണമെങ്കിൽ നമുക്ക് എല്ലാ സ്റ്റെപ്സും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഫസ്റ്റ് നമ്മൾ ചെയ്തില്ല ക്ലെൻസിങ്, ആ ക്ലെൻസിങ്ങും ഇതും ചെയ്താൽ തന്നെ മതി. അപ്പൊ തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയും ഒരു ചെറിയൊരു പാർട്ടിക്കൊക്കെ ഇത് മതി. അത്ര എഫക്റ്റീവ് ആണ് ഈ സ്ക്രബ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഇത്രേ ഉള്ളൂ. ഇനി തേർഡ് സ്റ്റെപ്പ് ഫോർത്ത് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്. നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അധികം നമ്മുടെ സ്കിന്നിട്ട് ഇളക്കി കശക്കൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ഞാൻ ശരിക്കും 5 to 10 minutes ആണ് ചെയ്യുക. ഈ സ്ക്രബ് ചെയ്യുമ്പോൾ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് ഒക്കെ കുറച്ച് ഇങ്ങനെ അതൊക്കെ ഒന്ന് റിമൂവ് ആയി വരും. പിന്നെ പോർസ് ഒക്കെ ഓപ്പൺ ചെയ്യും. ആദ്യം മിൽക്ക് ഉപയോഗിച്ച് തന്നെ പോർസ് ഒക്കെ ഓപ്പൺ ആകും. അതുപോലെ തന്നെ നല്ലപോലെ പോർസ് ഒക്കെ ഓപ്പൺ ആയി സ്കിന്നിന് ഗ്ലോ കിട്ടും. ഹണി മിക്സ് ചെയ്യും. ഹണിക്ക് പകരം വേറൊന്നും ഉപയോഗിക്കണ്ട. ഹണി മസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഹണി മതി, അത് നല്ലതാണ്. അത് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒന്ന് ഫേസ് ഒന്ന് ക്ലീൻ ആയ ഒരു ലുക്ക് വന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇളം ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു കോട്ടൺ ടവൽ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. ഫേസ് ആവി പിടിക്കുന്നതിനേക്കാളും എത്രയും നല്ല. സ്റ്റീം ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്കിന്ന് എന്താണെങ്കിലും കുറച്ച് ഡാമേജ് ആവുമല്ലോ. ഇതാവുമ്പോൾ നമുക്ക് വേണ്ട സ്ഥലം നല്ലപോലെ ഇത് ഡാബ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പോർസ് നന്നായിട്ട് ഓപ്പൺ ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് മസാജിങ്. അപ്പൊ മസാജ് ചെയ്യുമ്പോൾ എല്ലാം കുറച്ചുകൂടി നമ്മുടെ സ്കിന്നിലേക്ക് ജെല്ലൊക്കെ ഇറങ്ങണമെങ്കിൽ ഈ സ്റ്റെപ്പാണ്. ഇളം ചൂടുവെള്ളം മതി, അധികം ചൂടാക്കണ്ട. ഇത് പതുക്കെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. അതേസമയം പിന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടാവില്ലേ, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാകുന്നത് ഇവിടെ നോസിലും ഈ സൈഡും കൂടെ ഒക്കെ അല്ലേ. അപ്പൊ അവിടെയൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് പ്രസ് ചെയ്യാം. അങ്ങനെയില്ല, ഏകദേശം കുറച്ചു നേരം നമുക്ക് മനസ്സിലാവും ചെയ്യുമ്പോ സ്കിന്നൊന്ന് റിലാക്സ് ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. അതിനുശേഷം നമ്മള് ഏകദേശം ഡാബിങ് ഇനി അടുത്ത് ചെയ്യാണ്ട് എന്താ വെച്ചാല് ഈ നോസിലിനി ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവും, വൈറ്റ് ഹെഡ്സ് ഉള്ള ആൾക്കാരുണ്ടാവും, അതുപോലെ ഇവിടെ ഒക്കെ ഹെഡ്സ് ഉണ്ടാവും. അത് റിമൂവ് ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അത് ചെയ്യാം. നോസിൽ കുറച്ച് നേരം പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഈ ഡെഡ് സെൽസ് ഒക്കെ ഒന്ന് ഇളകി വരിക. അതായത് പ്രസ് ചെയ്യുക. ഈ സൈഡ് കൊണ്ട് ചെയ്താൽ മതി. സ്കിന്നിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഈ ഭാഗം കൊണ്ട് ചെയ്യരുത്. ഇപ്പൊ ആരും ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കണം. ആദ്യമൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് തരൂലേ പാർലറിലൊക്കെ ചെന്നാല്, നല്ല പെയിൻഫുൾ ആണ്, പിന്നെ ഡാമേജ് ആവും. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു മാസത്തിലൊരു എന്നല്ല 10 ദിവസമൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ 2 വീക്സിലൊക്കെ ചെയ്യാം. നമ്മുടെ ഡെഡ് സ്കിൻ ഇത് പെട്ടെന്ന് വരൂലേ ബ്ലാക്ക് ഹെഡ്സ്. അപ്പൊ 2 വീക്സിലൊക്കെ ചെയ്യാം. എനിക്ക് ഹെഡ് വരുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹെഡ്സ് ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടിരുന്നാല് ഡ്രൈ ആയി പോകും ഈ ഭാഗം. ഇവിടെ മാത്രം ചെയ്യാം, വേണ്ട സ്ഥലങ്ങളിൽ മാത്രം ചെയ്തിട്ട് അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ വരും. ഒരു നല്ലത് എന്താ വെച്ചാൽ ചെറിയൊരു കോട്ടൺ എടുക്കുക, എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്യുക, എന്നിട്ട് സ്കിൻസ് അതിന് പറയാം ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കൂടുതൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാം, നമ്മൾ കുറച്ച് സമയം എടുത്ത് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പൊ ഇന്ന് ഫേഷ്യൽ ചെയ്യാൻ സമയം കിട്ടില്ല. കാരണം ബിക്കോസ് ഇന്ന് ഒരുപാട് ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, നെക്സ്റ്റ് ഡേ നമുക്ക് ബാക്കി സംഭവങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ടൊരു പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട. ഒരുപാട് ഉണ്ടെങ്കിൽ ഈ പരിപാടി ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ നിർത്തുക. അതിനുശേഷം പിന്നെ നല്ല തണുത്ത വെള്ളം കൊണ്ട് ഫേസ് ഇടയ്ക്കിടയ്ക്ക് കഴുകി കൊടുക്കുക. അന്ന് പൗഡർ ഒന്നും ഇടാതിരിക്കുക. പൗഡർ ഇട്ടാൽ പിന്നെ ഇത് വീണ്ടും ഈ പോർട്ടൽ ക്ലോസ് ആവും അല്ലെ, വീണ്ടും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ട് അന്ന് 2-3 ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം കെയർ ചെയ്യാം. അതിനുശേഷം പിന്നെ നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ മസാജിങ്ങും
പാക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് മസാജിങ് ആണ്. പിന്നെ നമ്മൾ ഇത് ചെയ്തു തുടങ്ങൂലേ, ചെയ്തു തുടങ്ങിയപ്പോ ബിഗിനിങ് മുതൽ വെള്ളം ഉപയോഗിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫേസ് വാഷ് ചെയ്യണ്ട. ഒരു ഇതുപോലെ ഒരു ടവല് എടുത്തിട്ട് അതില് ഈ നമ്മൾ നേരത്തെ വെച്ചില്ലേ കുറച്ച് ചൂടുവെള്ളം, അത് ഇളം ചൂടുവെള്ളം ഉണ്ടാവൂലേ, അതിലിടയ്ക്കിടയ്ക്ക് ഒന്ന് എന്താ പറയാ അതിലൊന്ന് മുക്കി പിഴിഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ തുടച്ചു വിട്ടാൽ മതി. അപ്പൊ തന്നെ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകാൻ തുടങ്ങണം. അപ്പൊ നെക്സ്റ്റ് സ്റ്റേജ് അലോവേര ആണ്. അലോവേര എടുക്കുക. ഈ അലോവേര നല്ലത് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെ പിന്നെ അതില്ലെങ്കിൽ പിന്നെ ജെല്ല് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഹണിയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. ഇത് രണ്ടും കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കാം സ്കിന്ന്. ഓക്കെ, ഇത് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ കുറച്ചുകൂടി ഗ്ലോയി ആകും. ഇത് നല്ലൊരു എപ്പോഴും ആ ഒരു ലിക്വിഡ് കണ്ടന്റ് ആ ഒരു ഫേസിൽ എപ്പോഴും ഫേസ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഓക്കെ, നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഇങ്ങനെ 10 മിനിറ്റ്സ് മസാജ് ചെയ്യണം ഹെഡ്. എവര് വേണമെങ്കിൽ അലോവേര ഒക്കെ ഉപയോഗിക്കാം. അലോവേര നല്ലതാ കുട്ടികൾക്ക്. ഉപയോഗിക്കുന്ന ഒരു സാധനങ്ങളിലും വെള്ളം ചേർക്കണം. പിന്നെയില്ലേ നമ്മൾ ഈ ഫേസിൽ ഇപ്പൊ ചെയ്യുന്ന ഇതൊക്കെ തന്നെ നമുക്ക് ലിപ്സും ഉപയോഗിക്കാം കേട്ടോ. ആദ്യം മുതലുള്ള ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും മസാജിങ്ങും പിന്നെ പാക്കിങ്ങും. പിന്നെ സ്കിൻ ലിപ്സിന് വേണ്ടിയിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് അങ്ങനെ വിചാരിച്ച് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇത് കുറേ നേരം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രൊസീജിയറാണ് ഈ മസാജിങ് ഒക്കെ. നമുക്കൊരു 5 ഡേയ്സോ അല്ലെങ്കിൽ 4 ഡേയ്സോ ഒക്കെ കൂടുമ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യും. നമ്മുടെ സ്കിന്നിന് ഈ സാധനങ്ങൾ കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കാം. സ്കിന്ന് എപ്പോഴും നമുക്ക് അധികം റിസ്ക് എടുക്കേണ്ടവരില്ല. പിന്നെ ഫേഷ്യലൊന്നും ചെയ്യുമ്പോൾ പിന്നെ എല്ലാ അലോവേര ജെല്ലും ശരിക്കും റിസൾട്ട് തരാറൊന്നുണ്ട്. നമ്മൾ പുറത്ത് വാങ്ങണത് നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ, അപ്പൊ നമ്മൾ മാറ്റി വാങ്ങാം. കൊറേ യൂസ് ചെയ്തിട്ടുണ്ട് ഓൺലൈനിലായിട്ട്. ആദ്യം നമുക്ക് എനിക്ക് കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബിഗിനിങ്ങില് കല്യാണത്തിന് മുമ്പ് ഞാൻ കുറെ കൂടി കോൺഷ്യസ് ആയിരുന്നു. പാർലറാണ് നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആന്റി ആണ് കോഴിക്കോട്. ആൻഡ് അവിടുന്ന് ചെയ്യുന്നത് ഈ ഗാൽവാനിക് ഇല്ലേ ആ ട്രീറ്റ്മെന്റ് ഫേഷ്യൽ അല്ല ചെയ്യാം. ഇങ്ങനത്തെ ഫേഷ്യൽ അല്ല വീട്ടിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് നല്ലൊരു എന്താ പറയാ നമ്മളൊരു പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്ത് പിന്നെ ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങി വരുന്ന പോലെ അല്ല. പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നമ്മളെക്കാളും കോൺഷ്യസ് അവരായിരിക്കും. എങ്ങനെ വിളിച്ചു ചോദിക്കും. ഞാൻ ചോദിക്കും മാഡം ഞാൻ വന്നോട്ടെ, കഴിഞ്ഞ മാസം വന്നിട്ട് പോയപ്പോൾ ചോദിക്കും എങ്ങനെയുണ്ട് ഇപ്പൊ സ്കിന്ന്. വീണ്ടും എനിക്ക് നല്ല ഡ്രൈ ആയിപ്പോയി ഇടയ്ക്ക്. ഇപ്പോഴല്ല പഠിച്ചുകൊണ്ട് ആ ടൈമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ടൈമില്. അപ്പൊ ഞാൻ കുറെ ഇതുപോലത്തെ റെമഡീസ് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമല്ലോ. ആ സമയത്ത് സ്കിൻ ആകെ സ്പോയിലായി. പിന്നെയാണ് എനിക്ക് മനസ്സിലായ സ്കിൻ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് അവർ പഠിപ്പിച്ചു തന്നു. അപ്പൊ അതാ ചെയ്യുക. അതെന്താ വെച്ചാൽ മെഷീൻ വെച്ചാണ് ചെയ്യുക. കുറെ നാച്ചുറൽ ആയിട്ടുള്ള കുറെ ഓയിൽ ഉണ്ടാവില്ല, അരോമാറ്റിക് അങ്ങനെയല്ലേ പറയാം നമ്മള്. ആ ഓയില് അവര് നോക്കും. എന്നിട്ട് പറയും ഓക്കെ പിമ്പിൾസ് ഉണ്ട്, ഡാർക്ക് ഇതുണ്ട്, ഡാർക്ക് സർക്കിൾ ഉണ്ട്, ഓക്കെ പിന്നെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പറ്റിയ ഓയിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. അത് കുറച്ചൊക്കെ മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ ഇങ്ങനെ സ്കിന്നിലേക്ക് ഇങ്ങനെ കഴിച്ചു. അപ്പൊ നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ ഉണ്ടാകാനുണ്ട്. അപ്പൊ അത് നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഒരു 2 മന്ത്സിന് വേണ്ടി നമുക്ക് ഫേഷ്യൽ ഒന്നും ചെയ്യണ്ട. പക്ഷെ 1.5 ആകുമ്പോഴത്തേക്കും ഞാൻ വിളിച്ചു ഞാൻ വരട്ടെ അങ്ങനെ ഞാൻ പോകും. അപ്പൊ അവരെനിക്ക് ഹെഡ്സ് ഒക്കെ നല്ല കൂടുതലുള്ള ടൈം. അന്നേരം അവരെനിക്ക് എന്ത് ചെയ്യും, ഹെഡ്സ് മാത്രം റിമൂവ് ചെയ്തിട്ട് പറയും ഇനി 2 മാസത്തേക്ക് വരാം നിന്റെ സ്കിൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ ഒരു ജെല്ലുണ്ട്. അവര് അത് ബോംബെന്ന് അവര് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അതില് ഇങ്ങനെ നോക്കും ഓക്കെ സ്കിന്നിന് ഇന്ന പ്രശ്നങ്ങൾ. നമുക്ക് ഒന്നും അറിയണ്ട, നമ്മളെക്കാളും കൂടുതൽ അവര് കയറും നമ്മുടെ ഫേസിന്. അല്ല ദിനേട്ടാ, അവര് മുംബൈയിൽ നിന്നാണ്. പക്ഷെ അവരുടെ വീട്ടിൽ ചെയ്തോണ്ടിരിക്കുന്ന കല്യാണത്തിന് ശേഷം പിന്നെ തിരക്ക് നാട്ടിലില്ല. പിന്നെ തിരക്ക്. പിന്നെ ഇവിടെ എനിക്ക് ഫേഷ്യൽ ചെയ്യാം. അപ്പൊ അവർ എനിക്കൊരു ജെല്ല് തരും. ആ ജെല്ല് ഒരു 1 മന്ത് യൂസ് ചെയ്യാനുണ്ടാവും. അതിലൊരു ഓയിലും ഒക്കെ ഉണ്ടാവും. അത് മതി. അത് നമ്മുടെ നൈറ്റിൽ തേച്ച് കിടക്കുന്ന നമ്മുടെ സ്കിന്നിന് ഏകദേശം മതി. പിന്നെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ബസ്. നമുക്ക് അധികം ടെൻഷൻ അടിക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത്, പിന്നെ എനിക്ക് സമയം കിട്ടാണ്ടായി. പിന്നെ ഹേവ് ആയി. പിന്നെ തോന്നി കുറെ നേരം ഒന്നും 1-2 മണിക്കൂറൊന്നും ഇരിക്കാൻ പറ്റൂല. ഹേവ് നല്ല നോട്ടിയായിരുന്നു. പാർലറിലൊന്നും പോയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ ആലോചിച്ചു എന്ത് ചെയ്യും എന്റെ സ്കിൻ. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ കുറെ പരീക്ഷിച്ചു, ഒന്നും ഫലമായില്ല.
പിന്നെയാണ് ഞാൻ ഈ സംഭവം കണ്ടുപിടിക്കുന്നത്. ഇത് മതി, ഇതുകൊണ്ട് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ്. അപ്പൊ എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല. കുറച്ച് ഇയേഴ്സ് ആയിട്ട് ഐ എം യൂസിങ് ദിസ്. മതി. ഇനി ഏകദേശം നമ്മുടെ മസാജിങ് കഴിഞ്ഞു. ഇനി നമ്മള് വാഷ് ചെയ്യുന്നില്ല കേട്ടോ. ഫേസ് യൂസ് ചെയ്യാം. ഇത് കുറച്ച് നേരം ഫേസ് ഇങ്ങനെ ഇരുന്നോട്ടെ, ഒരുപാട് നേരം കൂടി ചെയ്ത് കൊടുക്കണ്ട. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പാക്ക് അപ്ലൈ ചെയ്യാം. എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ് ഇത്. കസ്തൂരി മഞ്ഞൾ വേണ്ടപ്പാ. കസ്തൂരി മഞ്ഞളും പിന്നെ നമ്മുടെ ആലോവേര പിന്നെ ഹണി, ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് പാക്കിന് ഉപയോഗിക്കുന്നത്. അപ്പൊ കസ്തൂരി മഞ്ഞള് നല്ല ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയത്. പണ്ടെന്താണിത്, കസ്തൂരി മഞ്ഞൾ ഉണക്കി പൊടിച്ച് എടുത്ത് വെച്ച് അമ്മ തന്നിട്ട്. അപ്പൊ അതാണ് ഞാനിപ്പോ കുറച്ചായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു 1 year ആയിട്ട് കയ്യിലുണ്ട് അല്ലേ? 1 year ആയിട്ട് കയ്യിലുണ്ട്. അപ്പൊ ഇതാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഞാൻ നാട്ടിൽ പോയപ്പോ ഇത് ഇവിടെ വെച്ചിട്ടാ പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, പുറത്തുനിന്ന് വാങ്ങിയപ്പോ അവര് ഒരു നല്ല കടും മഞ്ഞ നിറത്തിലുള്ള മഞ്ഞൾ അങ്ങ് തന്നു. എന്നിട്ട് പറഞ്ഞത് കസ്തൂരി മഞ്ഞളാണ്. പുറത്ത് കസ്തൂരി മഞ്ഞൾ എഴുതിയിട്ടുണ്ട്. അന്നേരം പക്ഷെ അത് എന്താ പറയാ, നമ്മള് കസ്തൂരി മഞ്ഞൾ നമ്മള് ഫേസിൽ തേച്ചാലും കളറൊന്നും വരില്ലല്ലോ, മഞ്ഞളുടെ കളർ വരില്ലല്ലോ. പക്ഷെ അത് എഫക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. 1-2 പ്രാവശ്യം ഉപയോഗിച്ചപ്പോ എനിക്ക് തോന്നി അത് റിയൽ അല്ലാന്ന്. അപ്പൊ കസ്തൂരി മഞ്ഞള് എടുത്തു. പിന്നെ നല്ല കസ്തൂരി മഞ്ഞൾ, നാടൻ കസ്തൂരി മഞ്ഞൾ നോക്കി വാങ്ങാം. എവിക്കൂട്ടാ ഹണി മോഷണം നടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മിക്സ്ചർ. ഓക്കെ, നല്ലപോലെ ഹണിയും കസ്തൂരി മഞ്ഞളും അലോവേരയും മിക്സ് ചെയ്ത്. ജെല്ലാണെങ്കിലും നല്ല എഫക്റ്റീവ് തന്നെയാണ് കേട്ടോ. സെയിം അതാണ് കുറച്ചുകൂടി നമുക്ക് എളുപ്പം പണിയൊക്കെ ചെയ്യാൻ. കടലമാവ് എല്ലാം കടലമാവ് മാത്രം. വേറെ എന്താണെന്നറിയോ, ഇതിപ്പോ ഞാനൊരു കാര്യം പറയാം. നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ ഈ പാക്ക് അവർ പറഞ്ഞു, പക്ഷെ എനിക്കത് എഫക്റ്റീവ്. ഈ സമയം നമ്മൾ ഫേസ് കഴുകണ്ട, പാക്ക് അപ്ലൈ എന്താ പറയുക എഫക്റ്റീവ് ആയില്ലെന്നൊക്കെ പറയില്ലേ. അപ്പൊ അന്ന് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഓരോരുത്തരുടെ സ്കിൻ ടോണിന് മാച്ച് ചെയ്യുന്ന പാക്ക് ഉണ്ട്, നമ്മുടെ സ്കിന്നിന് പറ്റുന്നതുണ്ടാവും പാക്ക്. ആ പാക്ക് അപ്ലൈ ചെയ്യാം. ഈ മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ എനിക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ്. ഇതുപോലെ നമുക്ക് ചാർക്കോളാണ് നമുക്ക് പറ്റണമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് നല്ലതാണ്. പഴങ്ങള് മിക്സ്, അല്ലെങ്കിൽ നമ്മുടെ ബനാന എടുക്കുകയാണെങ്കിൽ അതിലും ഹണി ഇടുക. എന്ത് പാക്ക് ആണെങ്കിലും അതിൽ ഹണി മിക്സ് ചെയ്യാം. ഹണി നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കും. ഓക്കെ, അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയിങ് പാക്കൊക്കെ നമുക്ക് ഒരു 10 to 15 ഡേയ്സിലിടാം. എന്തും നമ്മൾ അധികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്കിൻ ഓട്ടോമാറ്റിക്കലി ഡാമേജ് ആവും. നമ്മൾ എത്ര ചെയ്താലും സ്കിന്നിന് റിസൾട്ട് ഉണ്ടാവില്ല. റിസൾട്ട് ഉണ്ടാവും, പക്ഷെ പെട്ടെന്ന് ചീത്തയാവും. അപ്പൊ ഇത് നന്നായിട്ട് ഇടുക. ഇത് പിന്നെ മസാജ് ചെയ്യാൻ നിൽക്കണ്ട. ഞാനൊരു 10 to 20 മിനിറ്റ്സ് ഇങ്ങനെ വെക്കും. അതിനുശേഷം കഴുകി. അപ്പോ മാസ്ക് മാറ്റി ഇതൊരു 10 to 15 മിനിറ്റ്സ് വെച്ചു. ഓക്കെ, അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇപ്പൊ ഏകദേശം സ്കിന്ന് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഒരു 3 days കഴിയുമ്പോൾ ശരിക്കും നല്ല ഗ്ലോ വരും. നമുക്ക് പിന്നെ ഒരു 10-15 ദിവസത്തേക്ക് സ്കിന്നിനെ കുറിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അപ്പൊ ഇൻ ബിറ്റ്വീൻ നമുക്ക് മസാജ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. പിന്നെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അലോവേര ഉണ്ട്. അപ്പൊ അതൊക്കെ തന്നെ മതി. പിന്നെ ബാക്കി അങ്ങോട്ടേക്ക് 15 days കൂടുമ്പോൾ ഈ നമ്മുടെ ഹെഡ്സ് ഇല്ലേ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അധികം ടെൻഷൻ അടിക്കാണ്ട് ഇത് നല്ലൊരു ഫേഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത സംഭവമാണ്. അത് നിങ്ങളോട് ഷെയർ ചെയ്തേ ഉള്ളൂ. കണ്ടോ, ഏകദേശം തുടക്കത്തിലുള്ളതിനേക്കാളും നന്നായി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഹൈഡ്രോ ഫേഷ്യൽ വിശേഷങ്ങൾ. നമുക്ക് ഒരു ചെലവില്ലാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്യാം. നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. അപ്പൊ എന്റെ ചക്കരക്കുട്ടി ഒരു റെഡി ആയിട്ട്. അപ്പൊ ബായ് പറയാം. ബായ്. ഇനി നല്ലൊരു വ്ലോഗായിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. അതുവരെ ബൈ. പിന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ. ഓക്കെ.